ഈ പെണ്ണിന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് സ്ട്രേഞ്ച് ആയ ബോട്ടിൽ പോലൊരു വസ്തു കിട്ടുന്നു. അതിലുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് കയ്യിലിട്ട് അതിലൊരു ബട്ടൺ അമർത്തിയതും അവൾക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാം ഫ്രീസ് ആവുന്നു. അടുത്ത നിമിഷം തന്നെ അതൊരു ടൈം സ്റ്റോപ്പർ ആണെന്ന് മനസ്സിലാക്കി ജൂഡിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഉടനെ അവൾ തന്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടി ലോകത്തെ മുഴുവനായും ഫ്രീസ് ആക്കുന്നു. എല്ലാവരും ഫ്രീസ് ആയത് കൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്താലും ആരും റിയാക്ട് ചെയ്യുന്നില്ല. രണ്ടുപേരും ജോളിയായി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അടിച്ചു പൊളിക്കാൻ തുടങ്ങുന്നു. വില കൂടിയ ഡ്രസ്സ്, കോസ്റ്റ്ലി ആയ ബൈക്ക്, ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം സ്വന്തമാക്കുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ലൈഫ് അവർക്ക് ബോറടിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ലോകത്തെ വീണ്ടും നോർമൽ ആക്കാമെന്ന് വിചാരിച്ച് ആ ബട്ടൺ അമർത്തുമ്പോൾ ഒന്നും ചേഞ്ച് ആവുന്നില്ല. ഷോക്കായ ജൂഡി വേഗം തന്നെ ആ ഡിവൈസ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ബാറ്ററി ഡാമേജ് ആയിരിക്കുന്നു. അത് കണ്ടതും ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകുമെന്ന് രണ്ടുപേരും പേടിക്കുന്നു. ഭാഗ്യത്തിന് അവൾക്ക് തന്റെ നെയ്ബറിന്റെ കയ്യിൽ ആ ബാറ്ററി പോലൊരു വസ്തു കണ്ടത് ഓർമ്മ വരുന്നു. അവർ രണ്ടുപേരും വേഗം തന്നെ നെയ്ബറിന്റെ വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം ബാറ്ററി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ടേബിളിൽ അമ്മയുടെ കമ്മലിരിക്കുന്നത് അവൾ കാണുന്നു. ഉടനെ ബെഡ്റൂമിൽ പോയി നോക്കുമ്പോൾ നെയ്ബറും അമ്മയും ഒന്നിച്ചിരിക്കുന്നു. അത് കണ്ട് ദേഷ്യം വന്നവൾ അവിടെ ഉണ്ടായിരുന്ന അമ്മയുടെ ഡ്രസ്സ് ദേഷ്യത്തിൽ പുറത്തേക്ക് എറിയുന്നു. അതേസമയം ബോയ് ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അവനോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു. അത് കേട്ട് വിഷമിച്ചവൻ താൻ കണ്ടുപിടിച്ച ബാറ്ററി ജൂഡിയെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം വീണ്ടും അകത്തേക്ക് വന്നവൾ തന്റെ അമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നത് ആശ്ചര്യത്തോടെ നോക്കുന്നു. കാരണം അച്ഛൻ ഉപേക്ഷിച്ചു പോയത് മുതൽ ഇന്ന് വരെയും അമ്മയുടെ മുഖത്ത് അവൾ സന്തോഷം കണ്ടിട്ടില്ല. കുഞ്ഞിലെ മുതൽ അമ്മയാണ് അവളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. പക്ഷെ അമ്മയുടെ ആഗ്രഹങ്ങളെ പറ്റിയും കഷ്ടപ്പാടുകളെ പറ്റിയും ഇവൾ ആലോചിച്ചിട്ടേയില്ല. അത് മനസ്സിലായതും അവൾ അമ്മയോട് ക്ഷമിച്ച് ആ ഡിവൈസും എടുത്ത് ബോയ് ഫ്രണ്ടിനെ അന്വേഷിച്ചു പോകുന്നു. അവൾ വിചാരിച്ചതുപോലെ തന്നെ അവർ ആദ്യമായി മീറ്റ് ചെയ്ത സ്ഥലത്ത് അവൻ തനിച്ചു നിൽക്കുന്നു. അത് കണ്ട ജൂഡി കരഞ്ഞുകൊണ്ട് അവനോട് ക്ഷമ പറയുന്നു. പക്ഷെ അവൻ പ്രതികരിക്കാതെ നിൽക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവളില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ഫ്രീസ് ആയിരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് അവൻ തന്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് ഊരി മാറ്റിയിരുന്നു. അത് കണ്ട് സങ്കടം വന്ന ജൂഡി വേഗം തന്നെ ആ ബട്ടൺ അമർത്തിയതും എല്ലാം നോർമൽ ആവുന്നു. പക്ഷെ അവർക്കിടയിലുണ്ടായിരുന്ന പ്രണയം നഷ്ടമാവുന്നു. അവൻ സൈലന്റ് ആയി അവിടെ നിന്ന് പോകുന്നു.